Hello, welcome back to another video of X and Y USS. X and Y ലേണിംഗിൻ്റെ USSന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഈ വർഷം USS സ്കോളർഷിപ്പ് നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹവുമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ മക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ചർച്ച ചെയ്യുന്നത്. നമ്മൾ കുറച്ച് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ മുൻവർഷ ചോദ്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് കൊടുത്ത് കറണ്ട് അഫയേഴ്സ് സമകാലികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പലരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിലൊക്കെ കറണ്ട് അഫയേഴ്സ് സ്പെഷ്യലായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് സെപ്പറേറ്റ് വീഡിയോ വേണം എന്നുള്ളത് പലരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് എക്സ് ആൻഡ് വൈ ലേണിംഗ് എന്ത് ചെയ്യാണ് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ 2023 നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് സംഗതികളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എക്സാം USSന് പ്രിപ്പയർ ചെയ്യുന്ന 7th സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻസിനൊക്കെ എന്ത് ചെയ്യുക നമ്മുടെ ചാനൽ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? യെസ്, വീഡിയോയിൽ നമ്മൾ ഇന്ന് കറണ്ട് അഫയേഴ്സ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്, പഠിക്കുന്നത് USSന് വേണ്ടിയിട്ട്. അപ്പം ആദ്യം തന്നെ നമ്മൾ ഈ ഒരു വർഷം 2023 കഴിഞ്ഞൊരു വർഷം നടന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ടുള്ള ഒരു സംഗതിയായിരുന്നു നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരം അല്ലെ. ഇന്ത്യക്ക് പുതിയ പാർലമെന്റ് മന്ദിരം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വർഷമാണിത് 2023 എന്ന് പറഞ്ഞത്. അപ്പോൾ പാർലമെന്റ് മന്ദിരവുമായി ബന്ധപ്പെട്ട് അല്ലെ സെൻട്രൽ വിസ്റ്റ പ്രൊജക്ട് എന്നുള്ളതായിരുന്നു അതിന്റെ പേര്. അങ്ങനെ പുതിയ പാർലമെന്റ് മന്ദിരം ഇന്ത്യയിലേക്ക് പണി കഴിപ്പിച്ചു. 2020 ഡിസംബർ 10 എന്ത് ചെയ്തിട്ടുണ്ട് അതിന്റെ ശിലാസ്ഥാപനം നടത്തി. 3 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്തു 3 വർഷം 2 വർഷം സംതിങ് കൊടുത്തിട്ട് എന്ത് ചെയ്തു അത് മുഴുവൻ അതിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം ത്രികോണ ആകൃതിയിലാണ് ആ ഒരു ഇതുള്ളത്. അപ്പൊ അതിൽ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് രൂപകൽപ്പന ചെയ്തത് ബിമൽ ഹസ്മുഖ് പട്ടേൽ അല്ലെങ്കിൽ ബിമൽ ഹസ്മുഖ് പട്ടേൽ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. ബിമൽ പട്ടേൽ എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. ബിമൽ പട്ടേലാണ് അതിന്റെ ചീഫ് ആർക്കിടെക്ട് എന്നുള്ളത്. അതിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ശില്പി രൂപകൽപ്പന ചെയ്ത വ്യക്തി ബിമൽ ആർക്കിടെക്ട് ആണ്. പിന്നെ അതേപോലെ തന്നെ 2023 മെയ്യിലാണ് എന്തെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് ഉദ്ഘാടനം ചെയ്തത്. അതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം രാജ്യസഭാ ഹാള് ദേശീയ പുഷ്പമായിട്ടുള്ള താമരയെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ രാജ്യസഭാ ഹാളിന്റെ അതിന്റെ മോൾ ഭാഗം സീലിംഗിന്റെ ഭാഗം താമര, ഇന്ത്യയുടെ ദേശീയ പുഷ്പമാണ് താമര എന്ന് പറയുന്നത്. അപ്പൊ താമരയുടെ ഡിസൈനിന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ആ ഒരു രാജ്യസഭാ ഹാള് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ലോക്സഭാ ഹാള് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ദേശീയ പക്ഷിയായ മയിലിനെ അടിസ്ഥാനമാക്കിയിട്ട്. മയില് നമുക്ക് ഇന്ത്യയുടെ നാഷണൽ ബേർഡ് ആണ് പീക്കോക്ക്. മയില് എന്നുള്ളത് നമുക്കറിയില്ലേ. അപ്പൊ ആ ഒരു പീക്കോക്കിന്റെ ആ ഒരു ഡിസൈന് അതിന്റെ ആ ഫെദേഴ്സിന്റെ ആ ഒരു ഡിസൈനൊക്കെ ഇൻസ്പയർഡ് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇന്ത്യയുടെ ലോക്സഭാ ഹാള് പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ലോക്സഭാ ഹാള് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുക ന്യൂ രാജ്യസഭ അല്ലെങ്കിൽ ന്യൂ പാർലമെന്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ രാജ്യസഭയുടെയും ലോക്സഭയുടെ ഒക്കെ ചിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലെങ്ങനെയാണ് ആ ഒരു ഇത് പീക്കോക്കിന്റെ ഫെദറും അതേപോലെ തന്നെ താമരയുടെ ഇതൊക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്തെന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളാണ് അവിടെ എന്ത് ചെയ്തേണ്ടത് നിങ്ങൾ പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ കുട്ടികളുടെ സേവനങ്ങൾക്കും അടിയന്തര സഹായങ്ങൾക്കുമായിട്ട് മുന്നേ നമ്മൾ പലപ്പോഴും നമ്മൾ സ്കൂൾ ബസ്സിലും മറ്റൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1098 അല്ലെ 1098 1098 എന്നുള്ള നമ്പറാണ് ചൈൽഡ് ലൈൻ ഹെൽപ്പ് നമ്പർ ആയിട്ട് ഉണ്ടായിരുന്നത്. എന്നാൽ അത് കൂടാതെ നിലവിൽ പുതിയൊരു നമ്പർ കൂടി വന്നിട്ടുണ്ട്. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 112 112 എന്നുള്ളതാണിത് പുതിയൊരു ചൈൽഡ് ലൈൻ ഹെൽപ്പ് നമ്പർ. അപ്പം ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, കാരണം കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണല്ലോ. നിങ്ങളൊക്കെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളല്ലേ. അപ്പോൾ 1098 എന്നുള്ളതായിരുന്നു 1098 എന്നുള്ളതായിരുന്നു ചൈൽഡ് ലൈൻ നമ്പർ. അത് കൂടാതെ അതുണ്ട്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്തു 24 ഹവേഴ്സും ഹെൽപ്പ് ലൈൻ എമർജൻസി കാര്യങ്ങൾക്കായിട്ട് നിലവിൽ വന്ന പുതിയ നമ്പറാണ് 112 എന്നുള്ളത്. പിന്നെ അടുത്തൊരു പോയിന്റ്, മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹാർമണി ഫൗണ്ടേഷന്റെ 2023 മദർ തെരേസ മെമ്മോറിയൽ അവാർഡിന് അർഹയായതാരാണ്? നർഗീസ് മുഹമ്മദി എന്ന് പറഞ്ഞൊരു ലേഡിയാണ്. നർഗീസ് മുഹമ്മദി എന്ന് പറഞ്ഞ ലേഡിക്കാണ് 2023 മദർ തെരേസ മെമ്മോറിയൽ അവാർഡ് എന്ത് ചെയ്തിട്ടുള്ളത് ലഭിച്ചിട്ടുള്ളത്. അവരാരാണ്? 2023 സമാധാന നൊബേൽ പുരസ്കാര ജേതാവും കൂടിയാണ്. 2023
നോബൽ പീസ് പ്രൈസ്, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം അല്ലെ. നൊബേൽ സമ്മാനമൊക്കെ പലപ്പോഴും നമ്മുടെ USSന്റെ മുൻ വർഷങ്ങളിലൊക്കെ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ നൊബേൽ പീസ് പ്രൈസ് ആണ് പലപ്പോഴും ചോദിക്കാറുള്ളത്. അപ്പോൾ 2023 നൊബേൽ പീസ് പ്രൈസ് കിട്ടിയിട്ടുള്ള ആളാണ് ഇറാനിയൻ മനുഷ്യാവകാശ പ്രവർത്തകയാണ് ആര്, നർഗീസ് മുഹമ്മദി എന്ന് പറയുന്നത്. അപ്പോൾ ആ നർഗീസ് മുഹമ്മദിക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ വർഷത്തെ മദർ തെരേസ മെമ്മോറിയൽ അവാർഡും കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ നോബൽ പീസ് പ്രൈസ് 2023 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം എന്ത് ചെയ്യണം, നിങ്ങൾ പ്രധാനമായിട്ടും ഓർത്ത് വെക്കണം എന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു ഇത് നോക്കൂ, 2023 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ സാംസ്കാരിക കേന്ദ്രം ഏതാണ്? 2023 നമ്മുടെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ സാംസ്കാരിക കേന്ദ്രം ശാന്തി നികേതനാണ്. ഏതാണ്? ശാന്തി നികേതൻ അല്ലേ. ശാന്തി നികേതനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് പട്ടികയിൽ ഇടം നേടുന്ന 41ാമത്തെ പൈതൃക കേന്ദ്രമാണെന്ത്, ശാന്തി നികേതൻ. ബംഗാളിലെ ബീർഭൂം ജില്ലയിലാണ് ശാന്തി നികേതൻ സ്ഥിതി ചെയ്യുന്നത്. ശാന്തി നികേതനും രവീന്ദ്രനാഥ് ടാഗോറും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ സയൻസിലൊക്കെ നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ വർഷമാണ് എന്ത് ചെയ്തത്, യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ശാന്തി നികേതൻ ഇടം പിടിച്ചിട്ടുള്ളത്. ബംഗാളിലാണ് ശാന്തി നികേതൻ ഉള്ളത്. അപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന ലോകത്തെ ആദ്യ സർവകലാശാല എന്നുള്ള ഒരു റെക്കോർഡ് ഈ വർഷം ഒരു സർവകലാശാല നേടിയിട്ടുണ്ട്. ഏതാണ്? വിശ്വഭാരതി സർവകലാശാല, വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. ഇന്നും റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്, വർക്കിംഗ് യൂണിവേഴ്സിറ്റി ആണ് എന്ത്, വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. അപ്പോൾ അതും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വർഷത്തെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. 1921 രവീന്ദ്രനാഥ് ടാഗോർ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയും സ്ഥാപിച്ചിട്ടുള്ളത്. 1951 അത് കേന്ദ്ര സർവകലാശാലയായിട്ട് മാറി എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ കുട്ടികളുടെ വിഭാഗമായിട്ടുള്ള ഈ ഒരു പൈതൃകത്തിന്റെ കാര്യം പറഞ്ഞപ്പം, യുനെസ്കോയുടെ കാര്യം പറഞ്ഞപ്പം ഒരു കാര്യം സർ പറയാൻ വിട്ടുപോയി, നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം കൂടിയാണ്. നമ്മുടെ യുനെസ്കോയുടെ സാഹിത്യ നഗരമായിട്ട് നമ്മുടെ കേരളത്തിലെ കോഴിക്കോടിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. കോഴിക്കോടിനെ യുനെസ്കോയുടെ സാഹിത്യ നഗരമായിട്ട് എന്ത് ചെയ്തു, തെരഞ്ഞെടുത്തു. ഈ ഒരു കാറ്റഗറിയിലെ സാഹിത്യ നഗരത്തിൽ ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ നഗരം കൂടിയാണെന്ത്, കോഴിക്കോട് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നടന്നൊരു സംഗതിയാണ്. യുനെസ്കോ വേൾഡിൽ തന്നെ ഉള്ള ഒരു സംഘടനയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ഫാക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ വർഷത്തെ യുനെസ്കോയുടെ സാഹിത്യ നഗരമായിട്ട് തെരഞ്ഞെടുത്തത് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏത് നഗരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യരുത്, മറക്കരുത് കേട്ടോ. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ കുട്ടികളുടെ വിഭാഗമായ യൂണിസെഫിന്റെ യൂത്ത് കണ്ടന്റ് ക്രിയേറ്ററായി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിനി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടതാണ് എസ് ഉമ എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പൊ യൂണിസെഫ് നിങ്ങൾക്കറിയില്ലേ, യുനെസ്കോ, യൂണിസെഫ് ഇതൊക്കെ നമ്മുടെ ഐക്യരാഷ്ട്ര സഭയുടെ, യുണൈറ്റഡ് നാഷൻസിന്റെ ഓരോ കീഴിൽ വരുന്ന ഓരോ ഏജൻസീസ് ആണ്. അപ്പൊ യൂണിസെഫ് എന്ത് ചെയ്യാണ്, കുട്ടികളുടെ ഉന്നമനത്തിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എമർജൻസി ഫണ്ടാണ് എന്ത്, യൂണിസെഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ യുനെസ്കോ ഇത് എഡ്യൂക്കേഷൻ, സയന്റിഫിക്, കൾച്ചറലുമായി ബന്ധപ്പെട്ട് ശാസ്ത്ര രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് യുനെസ്കോ പ്രവർത്തിക്കാറുള്ളത്. എന്നാൽ യൂണിസെഫ് കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യാറുള്ളത്. അപ്പോൾ അതിന്റെ കണ്ടന്റ് ക്രിയേറ്ററായി കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടിയാണ് ആര്, എസ് ഉമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവർ കുട്ടികളുടെ അവകാശങ്ങൾ, വിദ്യാഭ്യാസം, മാനസികാരോഗ്യം, പോഷണ, ലിംഗനീതി തുടങ്ങിയ വിഷയങ്ങളിൽ യൂണിസെഫിന് വേണ്ടിയിട്ട് വീഡിയോ, ഓഡിയോ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, നിർമ്മിക്കുക എന്നുള്ളതാണ് എന്ത്, അവരുടെ ചുമതല എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് സ്പോർട്സ്, കായികം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ 2023 പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിക്കറ്റ് വേൾഡ് കപ്പും കൂടി കഴിഞ്ഞിട്ടുള്ള ഒരു വർഷമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫാക്റ്റുകൾ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ 2023 ഏകദിന ലോകകപ്പ് കിരീട ജേതാക്കൾ, ക്രിക്കറ്റ് വേൾഡ് കപ്പ് വിജയിച്ചത്, വിന്നർ ആയത് ആരാണ്? ഓസ്ട്രേലിയ ആണ് എന്ത് ചെയ്തുള്ളത്, 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പ് നേടിയിട്ടുള്ളത്. അപ്പോൾ ഫൈനലിൽ ഇന്ത്യയാണ് ഫൈനലിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഓസ്ട്രേലിയ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഫൈനലിലെ മാൻ ഓഫ് ദ മാച്ച് ആയിട്ട്, ഫൈനലിലെ താരമായിട്ട് മാൻ ഓഫ് ദ മാച്ച് ആയിട്ട് തെരഞ്ഞെടുത്തത് ട്രാവിസ് ഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓസ്ട്രേലിയൻ കളിക്കാരനെയാണ്. പിന്നെ അതേപോലെ തന്നെ ഓസ്ട്രേലിയയുടെ 6ാമത്തെ ഏകദിന ലോകകപ്പ് നേട്ടമാണ്. 2023 6ാമത്തെ വേൾഡ് കപ്പാണ് എന്ത് ചെയ്യുന്നത്, ഓസ്ട്രേലിയക്ക് കിട്ടുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ ആയിരുന്നു ഫൈനലിൽ ഉണ്ടായിരുന്നത്. ആ കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വെക്കുക. അതേപോലെ തന്നെ ഈ ഒരു വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ഇന്ത്യക്കാരനായിട്ടുള്ള വിരാട് കോഹ്ലിയാണ് അല്ലെ. ആ ഒരു സീരീസിൽ വേൾഡ് കപ്പിൽ മൊത്തത്തിൽ 2023 ഏറ്റവും കൂടുതൽ റൺ നേടിയ ബാറ്റ്സ്മാൻ ഇന്ത്യക്കാരനായിട്ടുള്ള വിരാട് കോഹ്ലിയാണ്. എന്നാൽ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്, ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ, റണ്ണ് നേടിയത് വിരാട് കോഹ്ലി
പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് 2023 വേൾഡ് കപ്പിൽ നേടിയത് ആരാണ് എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം. അപ്പോൾ ഉത്തരം എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ താഴെ എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ് ആയിട്ട് ടൈപ്പ് ചെയ്യുക. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം ആരാണെന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ എഴുതേണ്ടത്. ഇനി അടുത്ത ഏഷ്യ കപ്പ് ക്രിക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നടന്നിട്ടുണ്ടായിരുന്നു 2023. അതിന്റെ കിരീട ജേതാക്കൾ ഇന്ത്യയാണ്. 2023 നമ്മുടെ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് മത്സരം വിജയിച്ചത് ഇന്ത്യയാണ്. ഫൈനലിൽ ശ്രീലങ്കയെ 10 വിക്കറ്റിനാണ് എന്ത് ചെയ്തത്, ഇന്ത്യ പരാജയപ്പെടുത്തിയത്. അപ്പോൾ ആ ഒരു പോയിന്റ് നോക്കണമെന്നില്ല, ഇന്ത്യയാണ് ഈ ഒരു കിരീടം നേടിയത്. ഇന്ത്യക്ക് 8ാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു ഏഷ്യ കപ്പ് കിട്ടുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്തു വെക്കുക. പിന്നെ അതേപോലെ തന്നെ ക്രിക്കറ്റ് പോലെ തന്നെ ഫുട്ബോളിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പ് നടന്നൊരു വർഷമായിരുന്നു ഈ ഒരു 2023 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫിഫ വനിതാ ഫുട്ബോൾ വേൾഡ് കപ്പ് അത് ആരാണ്, സ്പെയിനാണ് അതിൽ വിന്നേഴ്സ് ആയത്. സ്പെയിനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അതിൽ വിന്നേഴ്സ് ആയിട്ടുള്ളത്. ഇംഗ്ലണ്ടിനെയാണ് എന്ത് ചെയ്യണത്, ഒരു ഗോളിന് പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ടിനെയാണ് സ്പെയിൻ പരാജയപ്പെടുത്തിയിട്ട് ഈ ഒരു വിമൻസ് വേൾഡ് കപ്പിൽ വിജയികളായത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം എന്ത് ചെയ്യണം, നിങ്ങൾ ഓർത്തു വെക്കണം. പിന്നെ അതേപോലെ ഫിഫ അവാർഡ്സ് ഉണ്ട്. 2022 അതിൽ മികച്ച പുരുഷ താരമായിട്ട് ലയണൽ മെസ്സി ആയിരുന്നു 2022 ഫിഫ അവാർഡ്സ് തെരഞ്ഞെടുത്തത്. ലയണൽ മെസ്സി ആയിരുന്നു. അതേപോലെ തന്നെ വനിതാ താരമായിട്ട് അലക്സിയ പുട്ടിയാസ് എന്ന് പറഞ്ഞ സ്പെയിനിലെ താരത്തിനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, തെരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പം ആ ഒരു 2 കാര്യങ്ങൾ, മികച്ച പുരുഷ താരം മികച്ച വനിതാ താരമാണെന്നുള്ളത് പഠിച്ചു വെക്കണം. പിന്നെ ബാലൻഡിയോർ പുരസ്കാരം അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുരസ്കാരമാണ് ബാലൻഡിയോർ പുരസ്കാരം. അപ്പോൾ ഈ വർഷത്തെ ബാലൻഡിയോർ പുരസ്കാരം മികച്ച പുരുഷ താരമായിട്ട് ലഭിച്ചത് ആർക്കായിരുന്നു, ലയണൽ മെസ്സിക്ക്. അർജന്റീനയിലെ ലയണൽ മെസ്സിക്ക് ഫിഫയുടെ അവാർഡും ബാലൻഡിയോർ പുരസ്കാരം 2 ലഭിച്ചിട്ടുള്ളത് മികച്ച താരം ലയണൽ മെസ്സിക്കാണ്. അപ്പോൾ എത്ര അർജന്റീന ഫാൻസ് അല്ലെങ്കിൽ മെസ്സി ഫാൻസ് എത്ര പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്നുള്ളത് ഒന്ന് കമന്റ് ബോക്സിൽ എന്ത് ചെയ്യാം, മെസ്സി ഫാൻസ് ഒന്ന് കമന്റ് ചെയ്യട്ടോ. മെസ്സി ഫാൻസിന്റെ പവർ ഒന്ന് കാണട്ടെ സാർ. ഓക്കെ, അപ്പം ലയണൽ മെസ്സിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ബാലൻഡിയോർ വാങ്ങിയിട്ടുള്ളത്. മികച്ച വനിതാ താരമായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് ഐദാന ബോൺമാറ്റി എന്ന് പറഞ്ഞ സ്പെയിനിലെ താരത്തിനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മികച്ച ബാലൻഡിയോറിലെ മികച്ച വനിതാ താരമായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് ഐദാന ബോൺമാറ്റി എന്ന് പറഞ്ഞ സ്പെയിനിലെ ഒരു താരത്തെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മികച്ച വനിതാ താരമായിട്ട് തെരഞ്ഞെടുത്തത്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളിലൂടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ശ്രദ്ധിക്കാൻ. നമ്മുടെ USSൽ ചിലപ്പോൾ കറണ്ട് അഫയേഴ്സിന് ഈ പറഞ്ഞ ഏതെങ്കിലും ഭാഗത്തു നിന്നായിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ എക്സാമിന് ചോദിക്കുന്നുണ്ടാവുക. അപ്പം വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.